ലോകത്തെ നടുക്കി വീണ്ടും വിമാന ദുരന്തം. അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നു വീണത്. കസാക്കിസ്ഥാനിൽ നിന്ന് റഷ്യയിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അക്തോ വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത്. വിമാനത്തിൽ 62 യാത്രക്കാരും 5 ജീവനക്കാരും ഉണ്ടായിരുന്നു. 14 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരിൽ 5 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മരണസംഖ്യയിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. മൂടൽമഞ്ഞ് മൂലം വിമാനം വഴിതിരിച്ചു വിടുകയായിരുന്നു. മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉയരത്തിൽ പറക്കുകയായിരുന്ന വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കുകയും വലതുവശത്തേക്ക് ചെരിയുകയും ചെയ്തു. തുറസായ സ്ഥലത്തേക്ക് വീണ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. അടിയന്തര ലാൻഡിംഗ് അഭ്യർത്ഥിച്ച് വിമാനം നിരവധി തവണ വട്ടമിട്ട് പറന്നു. പൊടുന്നനെ താഴേക്ക് പതിക്കുകയായിരുന്നു. അസർബൈജാൻ എയർലൈൻസിന്റെ എംബ്രയർ 190 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അസർബൈജാൻ നഗരമായ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിലേക്ക് പോകുകയായിരുന്നു. എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഗ്രോസ്നിയിൽ ഇറക്കാനായില്ല. തിരിച്ചു പറക്കുന്നതിനിടയിൽ അക്തോ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടി. അതിനിടയിലാണ് വിമാനം തകർന്നു വീണത്. അക്തോ നഗരത്തിന് സമീപം ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് വിമാനം തകർന്നു വീണത്. സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുമെന്ന് അസർബൈജാൻ എയർലൈൻസ് പറഞ്ഞു. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. യാത്രക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. Şimdi ne? Dalga yapma ona.